ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ബ്രെഡും അതുപോലെ തന്നെ കോഴിമുട്ടയും കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് നോമ്പ് തുറക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 സബോള ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ ഒരു ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായി വഴണ്ടി വന്നാൽ നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ മസാല ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് നമുക്ക് ബ്രെഡാണ്. ഇതിൻ്റെ അരികൊക്കെ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഒരു ചെറിയ ബ്രെഡാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യം വരും. വലിയ ബ്രെഡാണെങ്കിൽ നമുക്ക് ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. അപ്പോൾ ഇത് ബ്രെഡൊക്കെ ഒന്ന് സൈഡൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്ത് കൊടുക്കുക. ആ ബ്രൗൺ കളറ് ഉള്ള ഭാഗം നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാ അരികും നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ അരികുള്ള ബ്രൗൺ കളർ ഭാഗം നമുക്കിതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇനി വേണ്ടത് നമുക്ക് ഈ സ്ലൈസുകളൊക്കെ ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ആണെങ്കിലാണ് ഇങ്ങനെ പരത്തിയെടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് ബ്രെഡിനെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നല്ല സോഫ്റ്റുള്ള ബ്രെഡ് എടുക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പുഴുങ്ങിയ മുട്ടയുടെ പകുതി വെച്ച് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് മൈദ കലക്കിയതിന് ശേഷം ഇത് ഒന്ന് 4 സൈഡും ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് മടക്കി കൊടുക്കുക. ഇതിപ്പോൾ ചെറിയ ബ്രെഡ് ആയ കാരണം നമുക്ക് മടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതൊന്ന് മടക്കി കൊടുത്താൽ മതി. ഇത് ഹോൾ ഉണ്ടെങ്കിലും പേടിക്കാനില്ല കേട്ടോ. ഇനി ബാക്കി നമ്മൾ മൈദ കലക്കിയതുണ്ടല്ലോ, അതിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഹോൾ ഉള്ള ഭാഗത്തേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ബ്രെഡ് ക്രംസിൽ ഒന്ന് മുക്കിയിട്ട് ഈ ഹോളൊക്കെ ഒന്ന് അടച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ വലിയ ബ്രെഡാണ് എടുക്കുന്നതെങ്കിൽ ഈ ബ്രെഡ് ക്രംസിൽ മുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ അത് കറക്റ്റായിട്ട് മൈദ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം നന്നായി ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ലോ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇത് കരിയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് 2 സൈഡും ബ്രൗൺ കളറാവുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റാണ് ഇതിന് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമുക്ക് പബ്സിൻ്റെ ഒക്കെ അതേ ടേസ്റ്റിൽ വരുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും നമുക്കിപ്പോൾ നോമ്പ് തുറക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു സ്നാക്കാണ്. അപ്പോൾ അത് കണ്ടോ, നല്ല 2 സൈഡും നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും വറുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൾ ആക്കി വെക്കണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.